ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിങ്ക് ലിസ്റ്റിൻ്റെ ഇൻസേർഷൻ ആഫ്റ്റർ എ സ്പെസിഫൈഡ് നോഡ്. ഒരു സ്പെസിഫൈഡ് നോഡിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലിങ്ക് ലിസ്റ്റിലേക്ക് ഒരു പുതിയ നോഡിനെ ആഡ് ചെയ്യാൻ പോവുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ന്യൂ നോഡാണ് 40. സോ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്തിന് ശേഷമാണ്, 20 എന്നുള്ള വാല്യൂ വരുന്ന നോഡിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പുതിയൊരു നോഡിനെ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അൽഗോരിതത്തിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹെഡ് വേണം. ഹെഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ലിങ്ക് ലിസ്റ്റിലേക്കുള്ള കണക്ഷൻ കിട്ടത്തുള്ളൂ അല്ലേ. ലിങ്ക് ലിസ്റ്റിൻ്റെ ഇനീഷ്യൽ ആക്സസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെഡാണ്. ഹെഡ് എന്താ ക്യാരി ചെയ്യുന്നത്, ഇറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ് അല്ലേ. നമ്മുടെ ലിസ്റ്റിനകത്തുള്ള ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സാണ് ആര് ക്യാരി ചെയ്യുന്നത്, ഹെഡ് ക്യാരി ചെയ്യുന്നത്. ഇത് കൂടാണ്ട് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു സ്പെസിഫൈഡ് നോഡിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലിങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ പുതിയൊരു നോഡിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ആ നോഡ് ഏതാണെന്ന് പറയുന്നതാണ് കീ എന്ന് പറയുന്നത്. കീ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ 20 ആണ് ഇവിടുത്തെ കീ. കീ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ വാല്യൂ ഓർ ദ ഡേറ്റ ഓഫ് എ നോഡ്. ഓക്കെ, ഇപ്പം നമ്മൾ ഏത് നോഡിന് ശേഷമാണ്, ഇപ്പോൾ 20 ഡേറ്റ ആയിട്ടുള്ള നോഡിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പുതിയ ന്യൂ നോഡിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ പുതിയ നോഡിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ വാല്യൂ. എപ്പോഴും നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ നോഡിലേക്ക് ഒരു ഡേറ്റയും സ്റ്റോർ ചെയ്യണം, പിന്നെ നോഡിൻ്റെ ലിങ്കും സെറ്റ് ചെയ്യണം. ഇത് രണ്ടുമാണ് നമ്മൾ നോർമലി ചെയ്യുന്ന പരിപാടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് ഇനീഷ്യലി നമ്മുടെ കയ്യിൽ ലിങ്ക് ലിസ്റ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, അതായത് 10, 20, 30, 40 ഇങ്ങനെ 10, 20, 30 ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള പുതിയ നോഡ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ, ഈ ഒരു നോഡിലേക്ക് നമ്മൾ ആഫ്റ്റർ എ സ്പെസിഫൈഡ് നോഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 20 എന്നുള്ള നോഡിന് ശേഷമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കണം ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അപ്പോൾ ലിസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹെഡിൻ്റെ വാല്യൂ നള്ളാണെന്ന് നോക്കിയാൽ മതി. ഹെഡ് ഇസ് ഈക്വൽ ടു നള്ളെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഹെഡ് ഒന്നിനെയും പോയിന്റ് ചെയ്യുന്നില്ല. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോ ലിസ്റ്റ് അല്ലേ, ലിങ്ക് ലിസ്റ്റ് അവിടെ ഇല്ല, ദർ ഇസ് നോ സച്ച് എ ലിസ്റ്റ് അല്ലേ. ഇനി അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അല്ല എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ ലിങ്ക് ലിസ്റ്റിനകത്ത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്താൽ മതിയോ, പുതിയ നോഡിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്താൽ പോരാ. നമുക്കൊരു സ്പെസിഫൈഡ് ഒരു വാല്യൂ ഉണ്ട്, എന്താണ്, കീയിലുള്ള കീക്ക് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കീ വരെ എത്തണം, അല്ലെങ്കിൽ കീ സ്റ്റോർ ചെയ്തേക്കുന്ന നോഡ് വരെ നമ്മൾ പോയേ പറ്റൂ, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനുശേഷം നമുക്ക് പുതിയൊരു നോഡിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ആണല്ലോ. അപ്പോൾ നമുക്ക് അല്ല എങ്കിൽ, ഇതിൻ്റെ ഹെഡിൻ്റെ വാല്യൂ നൾ അല്ല എങ്കിൽ എന്താണ്, ഒരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിനകത്ത് എവിടെയോ ഒരു കീ ഉണ്ട് അല്ലേ. അപ്പോൾ ആ കീയെ കാണുന്നത് വരെയോ, അല്ലെങ്കിൽ ആ ലിസ്റ്റിനകത്ത് ഈ ഒരു കീ എലമെൻറ്റ് ഇല്ല, നമ്മൾ നോക്കി പോയിട്ട് കീ എലമെൻറ്റിനെ കണ്ടു കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് കണ്ടീഷൻസാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും അല്ല എങ്കിൽ, അതായത് കീയെ കാണുന്നത് വരെയും ലിസ്റ്റ് നള്ളാകുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യണം, ഈ ലിസ്റ്റിൻ്റെ അടുത്ത ഓരോ നോഡുകളെ നമ്മൾ നോക്കി പോയിക്കൊണ്ടേയിരിക്കണം. എന്താ നമുക്ക് ചെയ്യേണ്ടത്, ലിസ്റ്റിനെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രാവേഴ്സ് ദ ലിസ്റ്റ്. എങ്ങനെ ട്രാവേഴ്സ് ചെയ്യേണ്ടത്, നമ്മൾ ഒന്നെങ്കിൽ കീയെ കാണുന്നത് വരെ, അല്ല എങ്കിൽ എന്താണ്, നമ്മുടെ ലിസ്റ്റ് എംറ്റി ആകുന്നത് വരെ അല്ലേ. ലിസ്റ്റ് എംറ്റി മീൻസ് ലിസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത് വരെ, ലിസ്റ്റിൻ്റെ ഫുൾ എലമെൻറ്റ്സ് നമ്മൾ നോക്കി കഴിയുന്നത് വരെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാവേഴ്സലിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ട്രാവേഴ്സൽ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ട്രാവേഴ്സൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ഹെഡ് നിന്നാണ്. അപ്പോൾ നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഓരോ നോഡുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഓരോ നോഡുകളെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നോഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോയിന്റ് എടുക്കും, അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എന്താണ്, ഹെഡ് എന്നാണ് അല്ലേ. പോയിന്റിൻ്റെ പേര് PTR എന്നാണ്. ആ PTRൽ നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്ത വാല്യൂ എന്താണ്, ഹെഡിൻ്റെ വാല്യൂ. അതായത് നമ്മുടെ ഫസ്റ്റ് ലിങ്ക് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നത്, PTRൽ സ്റ്റോർ ചെയ്യുന്നത് ആണല്ലോ. ഇനി ഈ PTRൻ്റെ ബേസിസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സെർച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് നടത്തേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എപ്പോഴാണെന്ന് പറയാം. നമ്മൾ ഈ PTRനകത്തുള്ള PTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഡിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ PTR എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നോഡ് തന്നെയാണെന്ന് പറയാം. ഇനി ആ നോഡിനകത്തുള്ള ഡേറ്റ, PTRൻ്റെ ഡേറ്റ എന്താവണം, ഈക്വൽ ടു കീ ആണോ എന്ന് നോക്കണം അല്ലേ. കീ ആകുന്നത് വരെയാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 10 ആകുന്നത് വരെ എന്ന് പറഞ്ഞാൽ എന്താണ്, 10 ആയാൽ പറ്റത്തില്ല, 10 ആകുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് ഈക്വൽ ടു കീ. ഇപ്പം നമ്മൾ പറയുവാണ്, എനിക്ക് എൻ്റെ കയ്യിലൊരു നമ്പറുണ്ട്, ഇപ്പോൾ 5 ആകുന്നത് വരെ എനിക്ക് പോകണം. 5 ആകുന്നതെന്ന് പറഞ്ഞാൽ 5 ഈക്വൽ ടു 5 എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 5 ആകുന്നത് വരെയുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് വേണം. അതായത് ഇപ്പോൾ നമ്മൾ 0 തുടങ്ങുവാണെങ്കിൽ 0, 1, 2, 3, 4, 5 അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സും വേണം. മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മുടെ കയ്യിലുള്ള PTRൻ്റെ ഡേറ്റ കീ ആകുന്നത് വരെയുള്ള എല്ലാ നോഡുകളെയും എനിക്ക് കാണണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, PTRൻ്റെ ഡേറ്റ നോട്ട് ഈക്വൽ ടു കീ ആണെങ്കിൽ, അതേപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, PTRൻ്റെ ലിങ്ക് നള്ളാകുന്നത് വരെ, നോട്ട് ഈക്വൽ ടു നൾ, അതായത് PTRൻ്റെ ലിങ്ക് നള്ളാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് കണ്ടീഷൻസും ആണെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത നോഡിലേക്ക് മൂവ് ചെയ്യാം. അതായത് PTR ഈസ് ഈക്വൽ ടു PTRൻ്റെ ലിങ്ക് അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ PTRനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സേ എക്സ് ഇസ് ഈക്വൽ ടു x+1 എന്നോ i ഇസ് ഈക്വൽ ടു i+1 എന്നോ അല്ലെങ്കിൽ i++ എന്നോ എഴുതുന്നതിന് പകരമായിട്ട് PTRൻ്റെ അപ്ഡേഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും, PTR ഈസ് ഈക്വൽ ടു PTRൻ്റെ ലിങ്ക്. PTR എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നോഡാണ്. ആ നോഡിന് അടുത്ത നോഡിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ലിങ്ക് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ലിങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, PTR ഈസ് ഈക്വൽ ടു PTRൻ്റെ ലിങ്ക്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈൽ ലൂപ്പിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കീയെ കണ്ടുപിടിക്കുന്നത് വരെ അല്ലെങ്കിൽ ലിസ്റ്റിൻ്റെ അവസാനം എത്തുന്നത് വരെ നമ്മൾ ഓരോ നോഡിനെയും ചെക്ക് ചെയ്ത് പോകണം. ഓക്കെ, ഇനി ചെക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടത്തില്ല, PTRൻ്റെ ഡേറ്റ എന്താവില്ല, കീ ആവത്തില്ല. ഓക്കെ, PTRൻ്റെ ഡേറ്റ നോട്ട് ഈക്വൽ ടു കീ എന്ന് പറഞ്ഞാൽ എന്താ, നോട്ട് ഈക്വൽ ടു PTRൻ്റെ ഡേറ്റ ചിലപ്പോൾ എന്താവത്തില്ല, കീ ആകത്തില്ല. ഓക്കെ, PTRൻ്റെ ഡേറ്റ എന്താവത്തില്ല, കീ ആവത്തില്ല. കീ ആവത്തില്ല എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, നമ്മൾ നോക്കി പോയിട്ട് ഇതുവരെയും ആരെ കണ്ടില്ല, കീയെ കണ്ടില്ല. കീയെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കീയുടെ അടുത്ത നോഡായിട്ട് നമുക്ക് നമ്മുടെ പുതിയ ന്യൂ നോഡിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ കീയെ കാണാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഈ ഇൻസേർഷൻ ഒരിക്കലും എന്തല്ല, പോസിബിൾ അല്ല. ഇൻസേർഷൻ ഈസ് നോട്ട് പോസിബിൾ അല്ലേ. കാര്യം നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കീക്ക് ശേഷമാണ് നമുക്ക് പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കുമ്പോഴേക്കും കീയേ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻസേർഷൻ പോസിബിൾ അല്ലല്ലോ. കീക്ക് ശേഷമായിരുന്നു ഇൻസേർട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ഇനി ഇതെല്ലാം നമുക്ക് കണ്ടീഷൻസ് ഫേവറബിൾ ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം എൽസ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ PTRൻ്റെ ലിങ്ക് നള്ളായിട്ടില്ല, പക്ഷേ നമ്മൾ പോയ വഴിക്ക് ആരെ കണ്ടു, കീയെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ PTR വന്ന് നിൽക്കുന്നത് എവിടെയാണ്, ഈ ഒരു നോഡിലാണ്. അതായത് നമ്മുടെ PTRൻ്റെ ഡേറ്റ 20 ആയിട്ടുള്ള ഈ ഒരു നോഡിലാണ് നമ്മുടെ PTR ഇപ്പം വന്ന് സെറ്റായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ PTR ആണല്ലോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ നോഡിനെ അല്ലെങ്കിൽ 40 എന്നുള്ള നോഡിനെ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലിസ്റ്റിനകത്തേക്ക് നമുക്ക് ഈ ഒരു ന്യൂ നോഡിനെ പ്ലേസ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും പോർഷനകത്ത് ഒരു കുഴപ്പമില്ല, ഇത്രയും പോർഷൻ അങ്ങനെ തന്നെ നമ്മുടെ കയ്യിലിരിക്കും ആണല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ആദ്യമേ നമുക്ക് ഈ ഒരു നോഡ് സെറ്റ് ചെയ്യാം. നോഡ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, ക്രിയേറ്റ് നോഡ് എന്ന് പറയും. ക്രിയേറ്റ് നോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു ന്യൂവിൻ്റെ ഡേറ്റ ആദ്യം സെറ്റ് ചെയ്യും. ന്യൂവിൻ്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആണ്. നമ്മൾ ഏതോ ഒരു റാൻഡം വാല്യൂ, അത് എക്സ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, സെമിക്കോളൻ ഉള്ളത് അൽഗരിതമാണ്. ന്യൂവിൻ്റെ ഡേറ്റ സെറ്റ് ചെയ്തു. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂവിനെ നമുക്ക് എപ്പോഴും നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റയും അതിൻ്റെ ലിങ്കും സെറ്റ് ചെയ്ത് അങ്ങ് പോകണം. അപ്പോൾ നമുക്ക് തെറ്റില്ല. ഓക്കെ, അപ്പോൾ ന്യൂവിൻ്റെ ഡേറ്റ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് സെറ്റ് ചെയ്യുന്നത് എന്താണ്, ന്യൂവിൻ്റെ ലിങ്ക് സെറ്റ് ചെയ്യാം. ന്യൂവിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂവിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ വരേണ്ട വാല്യൂ എന്താണ്, ഈ അഡ്രസ്സാണ് ഇവിടേക്ക് വരേണ്ടത് അല്ലേ. അതായത് ഇയാൾ പോയിൻ്റ് ചെയ്യാൻ പോകുന്നത് ആരെയാണ്, ഈ 30. ആരാണ് പോയിൻ്റ് ചെയ്യാൻ പോകുന്നത്, ഈ 30 എന്നുള്ള വാല്യൂ ഉള്ള നോഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പോയിൻ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങോട്ടേക്കാണ്, ഈ ഒരു ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നോഡിലേക്കാണ്. ഈ നോഡിൻ്റെ അഡ്രസ്സ് ആരുടെ കയ്യിൽ ഇരിപ്പുണ്ട്, ഈ അഡ്രസ്സാണ്. ഈ അഡ്രസ്സ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് 30 എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റിയത്. അപ്പം ഈ ഒരു അഡ്രസ്സാണ് എവിടെ കൊണ്ടുവരേണ്ടത്, ഇവിടേക്കും കൊണ്ടുവരേണ്ടത് ആണല്ലോ. അപ്പോൾ ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ PTRൻ്റെ ലിങ്കാണ് ഈ ഒരു പോർഷൻ ആണല്ലോ. ആ PTRൻ്റെ ലിങ്കിനെ വേണം നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാൻ, ഈ ഒരു ന്യൂ നോഡിൻ്റെ ലിങ്കാക്കി സെറ്റ് ചെയ്യാൻ അല്ലേ. അപ്പോൾ നമുക്കത് എഴുതാം, PTRൻ്റെ ലിങ്കാണ് നമ്മളെവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്, ന്യൂ നോഡിൻ്റെ ലിങ്കായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴേക്കും എന്താ സംഭവിക്കും, ഈ ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പുതിയ നോഡുണ്ട്, അതിൻ്റെ ഡേറ്റയും സെറ്റായി, ലിങ്കും സെറ്റായി. അപ്പോൾ എന്താണ്, വൺ സൈഡഡ് ആയിട്ട് നമ്മുടെ ഈ ഒരു ന്യൂ നോഡ് നമ്മുടെ ലിങ്ക് ലിസ്റ്റിലേക്ക് അറ്റാച്ച് ആയി. ഓക്കെ, പക്ഷേ ഇപ്പോഴും എന്താണ്, PTR ഡയറക്റ്റായിട്ട് ആരുമായിട്ട് കണക്റ്റ് ആയിട്ടില്ല, ന്യൂ നോഡുമായിട്ട് കണക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു PTRൻ്റെ വാല്യൂവിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതായത് ഈ ഒരു അഡ്രസ്സ് മാറ്റി ഈ ഒരു അഡ്രസ്സാക്കി കൊടുക്കണം. അതായത് ഈ ഒരു പോയിന്റിൽ ആര് വരണം, ന്യൂ വരണം എന്ന് പറഞ്ഞാൽ എന്താണ്, PTRൻ്റെ ലിങ്കിൽ ആര് വരണം, ന്യൂ വരണം. PTRൻ്റെ ലിങ്കിൽ ആര് വരണം, ന്യൂ വരണം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ബോക്സിനെ നമ്മൾ വിളിക്കുന്നത് PTRൻ്റെ ലിങ്ക് എന്നാ. അപ്പോൾ PTRൻ്റെ ലിങ്ക് എന്താവണം, PTRൻ്റെ ലിങ്ക് ന്യൂ ആവണം എന്ന് പറഞ്ഞാൽ ഈ PTRൻ്റെ ലിങ്കിനെ നമ്മൾ എന്താക്കി കൊടുത്തു, ന്യൂ ആക്കി കൊടുത്തു. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു ഇതിനെ നമ്മൾ ഇവിടുന്ന് കണക്ഷൻ മാറ്റി ഇങ്ങോട്ടേക്ക് കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഒരു പുതിയ നോഡിനെ നമ്മുടെ ലിങ്ക് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ. അപ്പോൾ ഇത് ഇവിടുന്ന് ബ്രേക്ക് ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് അൽഗരിതം ആസ് എ ഹോൾ നമുക്കൊന്ന് നോക്കാം. വളരെ സിമ്പിളാണേ. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മുടെ അൽഗരിതം എഴുതുമ്പോഴേക്ക് എപ്പോഴും നോക്കേണ്ടത് എന്താണ്, കൊടുക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. അവിടെ ഹെഡ് എന്നുള്ളൊരു ഇൻപുട്ട് വാല്യൂ വേണം, കീ എന്നുള്ള വാല്യൂ വേണം, എക്സ് എന്നുള്ള വാല്യൂ തരണം. ഇത് മുഴുവനും ആരാ തരുന്നത്, യൂസർ തരുവാണെങ്കിൽ നമുക്ക് എന്ത് പെർഫോം ചെയ്യാം, ഇൻസേർഷൻ ആഫ്റ്റർ എ സ്പെസിഫൈഡ് നോഡ് ഇൻ എ ലിങ്ക് ലിസ്റ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഹെഡ് നള്ളാണോ നോക്കും. ഓക്കെ, ഇവിടുത്തെ അൽഗരിതം ആയതുകൊണ്ട് ഈക്വൽ ടു ഇട്ടാലും തെറ്റൊന്നുമില്ല കേട്ടോ. നമ്മൾ കമ്പയർ ചെയ്യില്ലേ, മനുഷ്യന് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലുള്ള വേർഡ്സ് നമുക്ക് അൽഗരിതത്തിൽ യൂസ് ചെയ്യാം.
ഹെഡ് നള്ളാണെങ്കിൽ എന്താണ്, ഇത് ആക്ച്വലി അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല, അപ്പോൾ നമ്മുടെ ഇൻസേർഷൻ അവിടെ നടക്കില്ല. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റിനകത്തേക്ക് കയറണം, ലിസ്റ്റിനകത്തേക്ക് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് കയറണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, പി ടി ആറിൻ്റെ വാല്യൂ എന്താക്കി സെറ്റ് ചെയ്തു, ഹെഡാക്കി സെറ്റ് ചെയ്തു. പി ടി ആർ ത്രൂ ആണ് നമ്മൾ നോഡിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിനകത്തേക്ക് ഓരോ നോഡിലേക്ക് നമ്മൾ കയറുന്നത് അല്ലേ. അപ്പോൾ പി ടി ആറിൻ്റെ വാല്യൂ എന്താക്കി, ഹെഡാക്കി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, പി ടി ആറിനകത്തേക്ക് നമ്മൾ കയറുന്നത് എന്ത് വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്, പി ടി ആറിനകത്തുള്ള ഡേറ്റ കീ ആകുന്നത് വരെയും, അതേപോലെ തന്നെ പി ടി ആറിൻ്റെ ലിങ്ക് നള്ളല്ല എങ്കിൽ, അതായത് പി ടി ആറിൻ്റെ ഡേറ്റ കീ ആകുന്നത് വരെയും പി ടി ആറിൻ്റെ ലിങ്ക് നള്ളാകുന്നത് വരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പി ടി ആറിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്, പി ടി ആർ ഇസ് ഈക്വൽ ടു പി ടി ആറിൻ്റെ ലിങ്ക്. ഓക്കെ, ഇനി നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് നോഡിനെ കണ്ടു, അവിടെ ഒന്നും നമുക്ക് ആരുമായിട്ട് ഈക്വലൻ്റായിട്ട് വാല്യൂ കിട്ടിയില്ല, കീയുമായിട്ട് ഈക്വലൻ്റായിട്ടുള്ള വാല്യൂ കിട്ടിയില്ല. ഇഫ് പി ടി ആറിൻ്റെ ഡേറ്റ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടും പി ടി ആറിൻ്റെ ഡേറ്റ എന്തായിട്ടില്ല, കീ ആയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് പറയും, സെർച്ച് ഫെയിൽഡ് ആണ്, നമുക്ക് ഇൻസേർഷൻ നടക്കത്തില്ല. കാര്യം നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു കീ ഐറ്റത്തിന് ശേഷമാണ് പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ അവിടെ കീ നോഡില്ല, കീ നോഡില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി എൽസ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി നമ്മുടെ പി ടി ആറിൻ്റെ ലിങ്ക് നള്ളായിട്ടും ഇല്ല, പക്ഷേ നമുക്ക് പി ടി ആറിനകത്തുള്ള ഡേറ്റ നമ്മുടെ കീയുമായിട്ട് മാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലിസ്റ്റിനകത്തേക്ക് ഇൻ ബിറ്റ്വീനുള്ളൊരു സ്പേസിൽ നമുക്ക് പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ പുതിയൊരു നോഡിനെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ന്യൂ നോഡ് കൊടുത്തു. എന്നിട്ട് ന്യൂവിനെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ന്യൂവിൻ്റെ ഡേറ്റ എക്സ് കൊടുക്കും, ന്യൂവിൻ്റെ ലിങ്ക് എന്ത് ചെയ്യും, ഇപ്പോൾ പി ടി ആർ ആരെയാണോ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആളുടെ അഡ്രസ്സ് ആയിരിക്കും നമ്മുടെ ന്യൂവിൻ്റെ ലിങ്കായിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്തു, പി ടി ആറിൻ്റെ ലിങ്ക് നമ്മൾ എന്താക്കി കൊടുത്തു, ന്യൂ ആക്കി കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ ആ ഒരു ഫിഗർ ഇങ്ങനെ വരച്ച് നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും തെറ്റത്തില്ല, ജീവിതത്തിൽ നമുക്ക് തെറ്റത്തില്ല. ഇൻ ബിറ്റ്വീനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം ന്യൂ നോഡ് സെറ്റ് ചെയ്യണം, ന്യൂ നോഡിനെ നമ്മുടെ ലിങ്ക് ലിസ്റ്റുമായിട്ട് കണക്ട് ചെയ്യണം, അതിനുശേഷം ലിങ്ക് ലിസ്റ്റിനെ ആരുമായിട്ട് കണക്ട് ചെയ്യണം, ന്യൂ ആയിട്ട് കണക്ട് ചെയ്യണം. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഈ ഒരു ഓർഡറിൽ അങ്ങ് ചെയ്തു പോയാൽ മതി, ഒരിക്കലും തെറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ലിങ്ക് ലിസ്റ്റ് അസോസിയേറ്റഡ് ആയിട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇൻസേർഷൻ 3 വേസിൽ എഴുതി വയ്ക്കണം.